ഒന്നിനെ പറ്റി ചിന്തിക്കാണ്ട്. പക്ഷെ എന്റെ ഫസ്റ്റ് മോക്ക് ടെസ്റ്റ് കിട്ടിയ 72% ഒന്നും ചിന്തിക്കാണ്ട് ഒരു മണ്ടനെ പോലെ വർക്ക് ചെയ്തു. മനസ്സിലാവുന്നു? അത് നിങ്ങൾ IIM-ലേക്ക് കയറാൻ വേണ്ടി നിങ്ങൾ കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത് കുറെ IIT-കാരുടെ കൂടെയാണ് അല്ലേ? IIT-കാരും പിന്നെ അലക്സ് സാറ് പോലെ ആൾക്കാരും. അപ്പം ആ എക്സാമിന് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ഞാൻ എൻ്റെ ഫസ്റ്റ് മോക്ക് ടെസ്റ്റ് കൊടുത്ത സമയത്ത് ഇത് പെർസെൻറ്റൈലിൽ വരെ. പെർസെൻറ്റൈൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത്ര ആൾക്കാരുണ്ടാവും, അതിൽ 100% ആയിരിക്കും ഫസ്റ്റ് റാങ്ക്, 0% ആയിരിക്കും ലാസ്റ്റ് റാങ്ക്. അങ്ങനെയാണ് നിങ്ങൾ എവിടെയാണ് വരിക, അതാണ് പെർസെൻറ്റൈൽ പറഞ്ഞത് കേട്ടോ. അപ്പോൾ എനിവേ ഞാൻ എൻ്റെ ഫസ്റ്റ് മോക്ക് ടെസ്റ്റ് കൊടുത്തപ്പോൾ എനിക്ക് കിട്ടിയ പെർസെൻറ്റൈൽ എത്രയായിരുന്നു? എൻ്റെ ഫസ്റ്റ് മോക്ക് ഞാൻ പഠിച്ച് ഏതാണ്ട് എനിക്ക് 2 മാസമോ 3 മാസമോ ഇതിനു വേണ്ടി പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഫസ്റ്റ് മോക്ക് ടെസ്റ്റ് കൊടുത്തപ്പം ഓൾ ഇന്ത്യ മോക്ക് ടെസ്റ്റ് ഒന്നല്ലേ, സാധാരണ മോക്ക് ടെസ്റ്റ് ആയിരുന്നു. അതിൽ എനിക്ക് കിട്ടിയ റാങ്ക് എത്രയായിരുന്നു അറിയോ? റാങ്ക് അല്ല, പെർസെൻറ്റേജ് എത്രയായിരുന്നു? 72%. വെറും 72% എനിക്ക് കിട്ടി. ഞാൻ പഠിച്ചിട്ട് എഴുതിയ എക്സാമാണ്, പക്ഷെ എൻ്റെ ഫസ്റ്റ് മോക്ക് ടെസ്റ്റിന് കിട്ടിയ 72%. അപ്പം ഓബ്വിയസ്ലി എനിക്ക് ഭയങ്കര സങ്കടമായി, എന്നെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ തോന്നി. അങ്ങനെ എന്താണ് നമ്മൾ ഫുൾ ഡൗൺ ആവും അല്ലേ? ഒബ്വിയസ്ലി 72% കിട്ടാന്ന് പറഞ്ഞാൽ ഒരു കാര്യമില്ല. മിനിമം ഒരു 95% കിട്ടിയാലേ സാധാരണ IIM-ൽ വരെ കിട്ടുള്ളൂ, സാധാരണ IIMs. പക്ഷെ അവസാനം അതിൻ്റെ ഇടയിലുള്ള കഥ ഞാൻ പറഞ്ഞത്, അവസാനം ഞാൻ പരീക്ഷ എഴുതിയപ്പോൾ എനിക്ക് കിട്ടിയത് 99.3%. അപ്പൊ ഇവിടുന്ന് ഇവിടേക്ക് എങ്ങനെ എത്തി? കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലെ, ഒറ്റ കാര്യം മാത്രമല്ല. പക്ഷെ ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം എന്താണ്? ഒന്നുമില്ല, ഒന്നും ചിന്തിക്കാണ്ട്, ഒന്നിനെ പറ്റി ചിന്തിക്കാണ്ട് വർക്ക് ചെയ്തു. ഒരു മണ്ടനെ പോലെ വർക്ക് ചെയ്തു. മനസ്സിലാവുന്നുണ്ടോ? എന്താണ്? സ്റ്റബേൺ ആയിട്ട് വർക്ക് ചെയ്യും അല്ലെ? കുറെ ചിന്തിക്കൊന്നുമില്ല, എന്നെ കൊണ്ട് പറ്റുമോ പറ്റില്ല, ഒന്നും ചിന്തിക്കണ്ട, വർക്ക് ചെയ്യാം, അതവിടെ എത്തും. അപ്പൊ ഏറ്റവും വലിയ വേരിയബിൾ അല്ലെ, ഈ ഒരു ഇവിടുന്ന് ഇവിടേക്ക് എത്തിയ ആ ജേർണിയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേരിയബിൾ എന്തായിരുന്നു? ഈ വർക്ക് അല്ലെ. ഒരു 90% കോൺട്രിബ്യൂട്ട് ചെയ്ത വേരിയബിൾ. പിന്നെ സ്ട്രാറ്റജി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അതൊക്കെ സെക്കൻഡറി ആണ്. നമ്മളൊരു മണ്ടനെ പോലെ വർക്ക് ചെയ്യാം. മണ്ടനെ പോലെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? കുറെ ചിന്തിക്കൊന്നും വേണ്ട, എന്നെ കൊണ്ട് പറ്റുമോ, എന്നെ കൊണ്ട് പറ്റില്ലയോ, ഇത് ഇങ്ങനെയാണോ, ഫിസിക്സ് ടഫാണ്, മറ്റേ ടഫാണ്, ബയോളജി ഇങ്ങനെയാണോ, ഒന്നും ചിന്തിക്കണ്ട. വർക്ക്, ആദ്യം വർക്ക്, അത് ബാക്കിയൊക്കെ പിന്നെ വരുള്ളൂ. മനസ്സിലായി? ഈ സ്ട്രാറ്റജി എങ്ങനെ പഠിക്കണം, എത്ര നേരം പഠിക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെക്കൻഡറി. ആദ്യം നിങ്ങൾ പണിയെടുക്കും. അത് നിങ്ങൾ നാളത്തെ ക്ലാസ് കാണും, ഇന്ന് വൈകുന്നേരത്തെ ഗ്രാവിറ്റേഷൻ ക്ലാസ് കാണും, അത് കാണും. പണി ചെയ്യാൻ തന്നാൽ പണി തീർക്കും. അതിനുശേഷമേ നമ്മുടെ സ്ട്രാറ്റജി ആലോചിക്കാൻ കാര്യമുള്ളൂ. കുറേ പേർക്ക് ഉണ്ടാകുമ്പോൾ എല്ലാവരും വലിയൊരു മിസ്റ്റേക്ക്, എല്ലാവരും നീറ്റ് പരീക്ഷയുടെ പാറ്റേൺ പഠിക്കും, അതിൻ്റെ സ്ട്രാറ്റജി പഠിക്കും, അതിന് ഇങ്ങനെ പഠിക്കണം, ഈ ബുക്ക് പഠിക്കണം, ആ ബുക്ക് പഠിക്കണം. എല്ലാവർക്കും ഭയങ്കര നോളജാണ് എന്തിനെ പറ്റും, പരീക്ഷനെ പറ്റിയും പരീക്ഷ സ്ട്രാറ്റജിനെ പറ്റും. പക്ഷെ പണിയെടുക്കില്ല. ഫിസിക്സിന്റെ സെക്കൻഡ് യൂണിറ്റ് മെഷർമെന്റ്സ് അത് ചെയ്യാറില്ല, മോഷൻ സ്റ്റേറ്റിനെ ചെയ്യാറില്ല, ബയോളജിയിലെ ലിവിംഗ് വേൾഡ് ചെയ്യാറില്ല, ബയോളജി ക്ലാസ്സിൽ ഒരു ചോദ്യം പോലും അറിയില്ല. എന്തിനെന്താ കാര്യം? കാരണം പരീക്ഷ ചോദിക്കാൻ പോകുന്നത് സ്ട്രാറ്റജി അല്ലല്ലോ ചോദിക്കാൻ പോകുന്നത്, നിങ്ങളോട് എന്താ ചോദിക്കാൻ പോകുന്നത്? ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം അത് വർക്ക് ചെയ്യും. അതിനുശേഷം എന്താണ്, ഒരു 10% നിങ്ങളുടെ സ്ട്രാറ്റജിയും നിങ്ങളുടെ ആ ടൈമും കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യുള്ളൂ. അപ്പോൾ ഈ ജേർണിനെ പറ്റി പിന്നീട് ഞാൻ പറഞ്ഞുതരാം, എങ്ങനെ അവിടെ നിന്ന് ഇവിടേക്ക് എത്തുന്ന കാര്യം. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടർ എന്താണ്? വർക്കാണ്, പണിയെടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യം പണിയെടുക്കാന്ന് പറഞ്ഞൊന്നുമില്ല, എല്ലാം സ്ട്രക്ചർഡ് പ്ലാൻ ആയിട്ട് തന്നില്ലേ. രാവിലത്തെ ക്ലാസ് കാണാം, ടെസ്റ്റ് പേപ്പർ എടുക്കുക, മടിയാണെങ്കിൽ എടുക്കുക, മാക്സിമം പ്രാക്ടീസ് ചെയ്യുക ക്വസ്റ്റൻസ്. വൈകുന്നേരത്തെ ക്ലാസ് കാണാം, വീണ്ടും ടെസ്റ്റ് പേപ്പർ എടുക്കുക, ലൈവ് ക്ലാസ്സിന് വീണ്ടും ഞാൻ വരും, വന്നിരിക്കുക, അത്രയേ ഉള്ളൂ. ഈ കാര്യങ്ങളൊക്കെ ആദ്യം ചെയ്തു കൊടുക്കാം, എന്നിട്ട് നമുക്ക് ആലോചിക്കാം കുറച്ച് ചെയ്യുമ്പോൾ സ്ട്രാറ്റജി ചെയ്യാൻ കേട്ടോ. ശരി. അപ്പോൾ എന്തായാലും പ്രാക്ടിക്കലിന്റെ കാര്യം ഉണ്ടെന്നൊക്കെ അറിയാം, ഡോണ്ട് വറി.